അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇതാ നമ്മളെ ചെക്കൻ അൻസാർ ഷാൻ്റെ മോനാണ്. അപ്പോൾ അൻസാർ ഷാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളെ കാരണങ്ങൾ. അപ്പോൾ ഇവൻ വെക്കേഷനായിട്ട് നമ്മളെ വീട്ടിലേക്ക് ഒരു ദിവസം നിൽക്കാൻ വന്നതാണ്. അപ്പോൾ എനിക്ക് ലഡു എന്നാണെന്ന് ഭയങ്കര ആറോ, എന്നിട്ട് നമ്മൾ ലഡു വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ ടർഫിലേക്ക് വിട്ട് 2-3 വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ അടുത്തേക്ക് പോയി. ഉച്ചയായതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫുള്ള് നല്ല ചൂടേനു. അങ്ങനെ നമ്മൾ ആടുന്ന് ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം തുടങ്ങി. സെറ്റപ്പെല്ലാം ഉണ്ട് കേട്ടോ, നമ്മളെ ട്രൈപ്പോഡും കാര്യങ്ങളെല്ലാം ആടുന്ന്. പിന്നെ ഓരോ സ്കില്ലും കാര്യങ്ങളെല്ലാം ഇട്ട് ഷൂട്ടെല്ലാം അടിച്ച് പിന്നെ കുറച്ച് ആടുന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിനേനു. വീഡിയോ വരും, കുറേ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിനി. അപ്പോൾ അതിൻ്റെ എല്ലാം ബാക്കിൽ നിന്ന് തന്നെ വരും, നോക്കാം. പിന്നെ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ നിന്ന് വരും. 1-2 മിനിറ്റിലുള്ള വീഡിയോ ആയിരിക്കും യൂട്യൂബിൽ ഇടുന്നുണ്ടാവുക. ചിലപ്പോൾ ബോറടിച്ചേക്കാം, എന്നാലും ഞാൻ കുറച്ച് വൈബിലാക്കി നല്ല കണ്ടൻറ്റെല്ലാം ഇടാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ആദ്യത്തെ കളിയെല്ലാം മതിയാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ട്. അപ്പോൾ ടർഫ് സ്പോൺസർ ചെയ്തത് നമ്മളെ എയ്ഡനാണ്, നമ്മുടെ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുമ്പിലുള്ളത്. ഇത്രയും വേർപ്പാന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ടർഫിൽ നിന്ന് കണ്ടന്റ് എടുത്തിട്ട് തന്നെയാ. വീഡിയോ വിൽ ബി അപ്ലോഡഡ് സൂൺ. അപ്പോൾ കാര്യം മനസ്സിലായല്ല, ഈ വീഡിയോയിൽ എൻ്റെ വോയിസ് മാത്രമല്ല ഈ ചെക്കൻ്റെ വോയിസും കൂടി ഉണ്ടാവും. പിന്നെ നമ്മൾ നേരെ ജിമ്മിലേക്ക് വിട്ട് പിന്നെ ആട്ട പിള്ളേർ ഫോണെടുത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. എന്തായാലും പൊന്തലായിട്ടുണ്ടോ നോക്കി, പക്ഷേ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ കുറച്ചൊന്ന് കഷ്ടപ്പെട്ട് വർക്കൗട്ടെല്ലാം ചെയ്ത്. എന്നാൽ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആടൻ്റെ പിള്ളേരെല്ലാം എൻ്റെ ഫോണെടുത്ത് എന്നെ തന്നെ വീഡിയോ എടുക്കുകയാണ്. പിള്ളേരെല്ലാം ട്രെയിനറൊന്ന് കലമ്പാത്താക്കിയോ. എന്തായാലും എനിക്ക് നല്ല വീഡിയോ കിട്ടി. അപ്പോൾ ഇന്ന് നല്ലോണം ക്ഷീണിച്ചിന്, നല്ല വെയിറ്റെല്ലാം കൂട്ടിയിട്ടിട്ട് അടിച്ചിന്. ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് കമൻറ്റ് അങ്ങനത്തെ കാര്യം ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്ത് ആടെ ഒരു ബോൾ ഉണ്ടായിന്, ചവിട്ടി നോക്കി, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ആടുന്ന് കുറച്ച് മിറർ നോക്കി വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്ത് ആടെ നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയി. പിന്നെ വേറെ എന്തല്ല, വേറെ നല്ലതാണ്. പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്ത് പുരക്കൊക്കെ പിടിച്ച് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വണ്ടി നിർത്തുന്നതോടുകൂടി ഡേ 1 കഴിയും. പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് പോകും. എപ്പം നോക്കിയാലും പ്രകൃതി ഭംഗി ആസ്വദിക്കലാണ് എൻ്റെ മെയിൻ പണി. ഒന്നുകിൽ കടൽ, അല്ലെങ്കിൽ വയൽ, അല്ലെങ്കിൽ പുഴ. അവിടെ പശുവും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അങ്ങനെ ഞാൻ അവിടെ പുല്ലെല്ലാം കൊടുക്കാൻ നിന്ന്. അപ്പോൾ ആദ്യം മടിച്ചെങ്കിലും പിന്നെ വാങ്ങിച്ച് പിന്നെ കടന്ന് നിലത്തിട്ട്. പിന്നെ നമ്മളെ ഫേവറേറ്റ് പരിപാടി കളി, കണ്ടം കളി കളിച്ച് നമ്മൾ പിന്നെ കുറച്ച് സമയം നടന്നു. പിള്ളേരുണ്ടെങ്കിൽ പശുവിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒന്ന് ഓടിക്കുക ഓടുന്ന ഗായ്സിൻ്റെ വീഡിയോ ഷൂട്ടിന് വന്നിട്ട് ദാനിഷ് ഫുൾ സത്യം ഇതാ കുറേ പശുണ്ട്. ഇതെല്ലാം കൂടി ഓടിക്കണ്ട കുഞ്ഞു പിള്ളേരപ്പോഴാണ് കളിക്കുന്നത്. പിന്നെ എന്നോട് പറഞ്ഞ എന്താ പറയുക, ഫാൻസാന്ന് നിർത്തി വീഡിയോ എടുക്കാൻ. ഒരുത്തന് ഇവൻ ഏതാന്ന് തന്നെ അറിയില്ല. ഓക്കെ ഗൈസ് ബൈ. ഇപ്പോൾ തന്നെ തിരിച്ചു ഓടിക്കുന്നു, തിരിച്ചിപ്പോൾ ഓടിക്കും എല്ലാം കൂടി ഉറപ്പാണ്. ചുമ്മാ നമുക്കെന്താ പേടി. കൈനട എൻ്റെ ഭാഗം കഴിഞ്ഞ്, ഇനി ബാക്കിയല്ല ഇവനാ സംസാരിക്കാം. ഇവൻ 100-ലെല്ലാം വിടുമെന്നറിയാം. എന്ത് വിടുന്ന 40-ൽ 50-ലല്ല. അപ്പം നമ്മളിപ്പോൾ വീട്ടിലേക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഡ്രൈവർ വൈസ്. ഓക്കെ എന്നാൽ ബൈ, സി യു. നമ്മൾ കണ്ടത്ത് പോയിട്ട് ചാലഞ്ച് കളിച്ച് പാവം ചെക്ക നമ്മളെ കാരണവറവൻ എന്തെല്ലോ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, പക്ഷെ ഓൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. എനിക്ക് എന്തെല്ലോ കാര്യമായിട്ട് എന്തെല്ലോ പറയാനുണ്ട്. പോട്ടി സാറല്ല. അപ്പോൾ ഇവനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇവൻ്റെ പേരാണ് മുഹമ്മദ് അമർ അൻസാരി. പിന്നെ പോകുന്ന വഴി നല്ലതായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓവിന്റെ പണിയെടുക്കുന്നുണ്ട് വിടുകയും ചെയ്യില്ല, നമ്മള് കേറി അന്നെ പേടിപ്പിച്ച്. നമ്മ അനുസരിച്ചാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. തടനാല് പണി കിട്ടുമെന്ന് പറഞ്ഞു.
ടയറിനായി കുത്തി ഇതാപോലെ എക്സ്പെർട്ട് ടയറിനായി കുത്തിയിട്ട് നമ്മൾ ഇട്ട സാധനം തിരിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ ബാഗ്